മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ അമ്മയുടെ ജന്മതിരുനാളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് മക്കളുടെ ആത്മീയ സുഹൃത്തുക്കളുമായിട്ട് ഈ ജന്മതിരുനാൾ നമുക്ക് ആഘോഷിക്കാം. 30 നാളുകളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച ഓരോ നിയോഗങ്ങളും, നിൻ്റെ കണ്ണുനീരും നിൻ്റെ അഭിലാഷങ്ങളും നിൻ്റെ സ്വപ്നങ്ങളും മാതാപിതാ ഏറ്റെടുത്തു. ഏത് സ്ഥലത്തിരുന്ന് ഈ പ്രയർ ലൈനിൽ സംബന്ധിച്ചുവോ ആ സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടു. ഇതാ വചനം തരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 12-ാം വാക്യം. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഇതാ മാതാവ് സ്വർഗം വിട്ട് നമ്മുടെ ഭവനത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. മാതാവിൻ്റെ ഈ ജന്മദിനത്തിൽ അനുഗ്രഹവും പ്രതിഫലവുമായിട്ട് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് നിൽക്കുന്നത് നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. വാടാത്ത ജീവന്റെ കിരീടം തരാനാണ് വന്നു നിൽക്കുന്നത്. അനശ്വരമായ കിരീടം തരാനാണ് വന്നിരിക്കുന്നത്. ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ, തലമുറയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് വന്നു നിൽക്കുന്നത്. മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട 10 സുഹൃത പുഷ്പങ്ങളുടെ സുഗന്ധ കാറ്റ് നിന്റെ ഭവനത്തിൽ ഇതാ മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ ജന്മതിരുനാളിൽ. ഇപ്പോൾ മുതൽ മാതാവിൻ്റെ സുഗന്ധം നിന്റെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസത്തിൻ്റെ സുഗന്ധം, എളിമയുടെ പരിമളം, സ്നേഹത്തിൻ്റെ സുഗന്ധം, പ്രാർത്ഥനയുടെ പരിമളം, ആത്മരക്ഷയുടെ സുഗന്ധം, വിവേകത്തിൻ്റെ പരിമളം, സന്തോഷത്തിൻ്റെ സുഗന്ധം, കരുണയുടെ പരിമളം. ഈ സുഗന്ധ കാറ്റുകൊണ്ട് നിന്റെ കുടുംബം സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മുറിയിലും, പ്രാർത്ഥനാ മുറിയിലും, കിടപ്പ് മുറിയിലും, ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം പരക്കുകയാണ്. മകളെ, ദൈവപ്രവൃത്തി നടക്കുന്ന സ്ഥലമാണ് ദൈവവചനം ശ്രവിച്ച ഈ 33 ദിവസം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇന്നു മുതൽ 7 നാൾ ദിവസം വരെ മാതാവ് തിരസ്കരിച്ച 10 മേഖലകളും മാതാവ് സ്വീകരിച്ച 10 നന്മകളും പല പ്രാവശ്യം കേൾക്കുക, പലർക്കും ഷെയർ ചെയ്യുക. ഏതെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുക. പ്രതിഫലം നിശ്ചയമാണ്. സ്വർഗാരോപിതയായ അമ്മ, അമലോത്ഭയായ അമ്മ, ദൈവത്തിൻ്റെ അമ്മ നിന്റെ കുടുംബത്തിൻ്റെയും അമ്മയാണ്, നിന്റെ മക്കളുടെയും അമ്മയാണ്, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മയാണ്. ആ അമ്മ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്നേക്കും ഈ എന്നോടൊത്ത് 33 ദിവസം എൻ്റെ കൂടെ ഇരുന്ന് വചനം ശ്രവിച്ച മക്കളെ, നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, നമ്മുടെ തലമുറകളോടും, നമ്മുടെ ദേശങ്ങളോടും, നമ്മുടെ ഭൂപ്രദേശങ്ങളോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.